ഇതിവിടത്തെ ഒരു ഏർപ്പാടാ. പെണ്ണിന് പുരുഷനെ ഇഷ്ടായാല് അത് പറയുന്ന ഒരു ടെക്നിക്കാ. പെമ്പിള്ളേർക്കൊക്കെ അങ്ങ് പിടിച്ചു എന്നാ തോന്നണത്. गुड मॉर्निंग। आओ बैठो। चांदनी, ये अन्ना का आदमी है। मैं बोला था ना, ये इंजीनियर है, इसे काम देना है। नाम क्या है? शेखर। सर्टिफिकेट्स हैं? हाँ। इतने मार्क्स मिलने पर भी तुम्हें कोई नौकरी नहीं मिली? बहुत कोशिश किया। क्या मैं तुम्हारा विश्वास कर सकती हूँ? हाँ जी। Okay, you are appointed. ഇവിടെ വന്നിട്ട് പോകുന്നവരെല്ലാം പണം മാത്രമേ കൊടുത്തിട്ട് പോകാറുള്ളൂ, മനസ്സ് കൊടുക്കാറില്ല. അറിയാം. ഒരിക്കൽ ജീവിതത്തിനെ കുറിച്ചുള്ള എല്ലാ പ്രതീക്ഷകളും നശിച്ചവളാണ്. വീണ്ടും വെറുതെ മോഹിപ്പിക്കരുത്. അല്ല, എനിക്കിഷ്ടമാണ്. ഹരിക്കറിയോ, ഒരിക്കൽ വിവാഹം കഴിഞ്ഞ പെണ്ണാണ്. ആന്ധ്രയിൽ ഏതോ ഒരു കുഗ്രാമത്തിൽ നിന്ന്. അതുകൊണ്ടാണ് അവളെ ഒന്ന് പുറത്തു കൊണ്ടുപോകാൻ അനുവദിക്കണമെന്ന് പറഞ്ഞത്. ഇവിടെ ഒരാളെങ്കിലും രക്ഷപ്പെട്ടാൽ സന്തോഷിക്കുന്നവളാണ് ഞാൻ. ഞാനായിട്ടൊന്നും എതിർക്കുന്നില്ല. കൂട്ടിക്കൊണ്ടു പോയിക്കോളൂ. എന്താ എല്ലാരും കൂടെ? ചിട്ടി പിടിച്ച കാശ് വാങ്ങിക്കാൻ ചെന്നപ്പോഴാ അവന്മാർ ഈ കടുങ്കൈ ചെയ്തത്. ചിട്ടി കമ്പനി പൂട്ടി. അവന്മാരെ ഒന്നിനും കാണാനും ഇല്ല. എന്നെ കാപ്പാത്തിനു വയത്തെ പട്ടിണി പോട്ടെ, മിച്ചക്കാ സംഖ്യ പോട്ടെ, ഇപ്പൊ എല്ലാമേ പോച്ച്. दुकान बेच के मिला हुआ पैसा सब बर्बाद हो गया. നിങ്ങൾ ഇത് അനുഭവിക്കണം. ഇതുപോലെ മുളച്ചു വന്ന എത്ര എത്ര ബ്ലേഡ് കമ്പനികൾ ആളുകൾ ചതിച്ചിട്ടുണ്ട്. പിന്നെ അഡ്രസ്സ് പോലും ഇല്ലാതെ മുങ്ങിയിട്ടുണ്ട്. ദിവസം കേൾക്കുന്നല്ലേ ഇങ്ങനത്തെ കഥകൾ. പിന്നെ എന്തിനാ അവന്മാരെ വിശ്വസിച്ച് കാശ് കൊണ്ട് കൊടുത്തു? ഈ തള്ളയോട് ഞാൻ അന്നേ പറഞ്ഞതാ ചേരണ്ടാന്ന്. ഇപ്പൊ കിട്ടിയല്ലോ പലിശ അടക്കം. മഹാഭാവി ചവത്തി കുത്താതടാ. നിന്റെ തള്ളയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, മറ്റുള്ളവരുടെ കാര്യം ഇതിലും കഷ്ടമാണ്. നാട്ടിൽ അനിയന്മാരെ പഠിപ്പിക്കാനും പെങ്ങന്മാരെ കെട്ടിച്ചയക്കാനും അച്ഛനെ അമ്മയെ ചികിത്സിക്കാനും ഒക്കെ ഈ പെണ്ണുങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാ അവന്മാര് പറ്റിച്ചോണ്ട് പോയത്. പോലീസ് പറഞ്ഞില്ലേ? അവര് കേട്ട ഭാവം നടിക്കുന്നില്ല. അവന്മാരെല്ലാം ചേർന്നോണ്ടായത്. നിങ്ങൾ പൊയ്ക്കോ, ഞാൻ നോക്കിക്കോളാം. ചോട്ടാ അണ്ണാ, ആരെ കമ്പനിയുടെ ആളുകൾ? ഒന്ന് ഇവിടെ വന്ന സഹദേവനാ, അങ്ങേരെ എനിക്ക് പരിചയമുള്ളൂ. കമ്പനി ഓണർ അജയ് ബാഖിയാണ്, അമറിന്റെ സഹോദരൻ. അതാണ് ആരൊന്നും മിണ്ടാത്തത്. എവിടെ അവരുടെ ഹെഡ് ഓഫീസ്? ചെമ്പൂര്. ആരവിടുത്തെ എസ് ഐ? ഒരു ഭഗവത്. നിങ്ങൾ റിട്ടേൺ കംപ്ലൈന്റ് എഴുതി അവൻ്റെ കൊടുക്കുക. ഞാൻ തന്നാണെന്ന് പറഞ്ഞു. ശരി മണി വാ. அரஸ்ட் பண்றது போலீஸோட வேலை. அதை சொல்றதுக்கு உன்ன மாதிரி ஒரு ரவுடி இங்க வர வேண்டிய அவசியம் இல்ல. ക്ഷമിക്കണം സാർ, கோடிக்கணக்கிന് രൂപ വെട്ടിച്ച ഒരാളെ. எஸ் we know. நேத்து துபாய் ஃப்ளைட்ல அவன் ஏறி போயிட்டு தான் ஏர்போர்ட்ல இருந்து எங்களுக்கு தகவல் கிடைச்சிருக்கு. இதுக்கு மேல என்ன செய்ய முடியும்? സാർ, അയാളുടെ ബാങ്ക് ഡിപ്പോസിറ്റും പ്രോപ്പർട്ടീസും ഒക്കെ പിടിച്ചെടുത്തൂടെ? நோ நோ, அதெல்லாம் செய்ய வேண்டியது எங்க வேலை இல்ல. கோர்ட் தான் டிசைட் பண்ணணும். അജയ് ബാക്കിയുടെ സഹോദരനാണ് അമർ. അയാളെ അറസ്റ്റ് ചെയ്താൽ അജയെ കുറിച്ചുള്ള വിവരം കിട്ടും. நான் இங்க உட்கார்ந்து இருக்கிறது உன் சௌகரியத்துக்காக ஒருத்தனை அரெஸ்ட் பண்றதுக்கு இல்ல. പാവങ്ങളുടെ പണമാണ് സാർ. நிறைய பணம் சம்பாதிக்கணுங்கிறதுக்காக தானே வட்டிக்கு விட்டான். பேராசப்பட்டா அப்படிதான். വക്കാലത്ത് വാങ്ങാൻ വന്നിട്ട് നിർത്തണോ? അവരെ കുറിച്ച് ഒരൊറ്റ അക്ഷരം മിണ്ടിപ്പോകരുത്. ഇതുപോലെ 2-3 വേശ്യാ തെരുവുകൾ ഈ നഗരത്തിലുള്ളത് കൊണ്ടാണ് ഒരൊറ്റ റേപ്പ് കേസ് പോലും ഇവിടെ റിപ്പോർട്ട് ചെയ്യാത്തത്. അവരവരുടെ ദേഹം വിൽക്കുന്നതുകൊണ്ടാണ് ഇതുപോലൊരു വലിയ നഗരത്തിൽ രാത്രി 12 മണിക്ക് പോലും പെണ്ണുങ്ങൾ മര്യാദയ്ക്ക് റോഡിൽ ഇറങ്ങി നടക്കുന്നത്. അവർ വേശ്യകളായി ജീവിക്കുന്നതുകൊണ്ടാണ് തന്റെ അമ്മയും പെങ്ങളെയും ഭാര്യയും മക്കളെ ആരും കയറി പിടിക്കാത്തത്. ആരെ വയറിന് വേണ്ടി വല്ലവന്നെ കൂടെ അന്തി ഉറങ്ങി അവരുണ്ടാക്കുന്ന കാശിനെ താൻ ഇവിടുത്തെ കള്ളക്കടത്തുകാരന്റെ ഗുണ്ടകളുടെ കാലി നക്കി ഉണ്ടാക്കുന്ന കാശിനേക്കാൾ വില ഉണ്ടോ? நிறுத்துடா ராஸ்கல். இன்னும் அதிகமா பேசுற உள்ள தள்ளிடுவேன். ரொம்ப நல்லா இருக்கு. குத்தம் பண்ணிக்கிட்டே இருக்கிறவர் வெளியில இருக்கிறார், கம்ப்ளைண்ட் பண்ண வந்தவனே உள்ள தள்ளுறாங்கறா. இது ரொம்ப நல்லா இருக்கு. நீங்க தான் சார் கரெக்ட் പോലീസ്. ഇപ്പോ ഞാൻ പോകുന്നു. ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോൾ പോലീസിനെ പിടികിട്ടാത്ത പുള്ളി എന്റെ കയ്യിലുണ്ടാവും. ആ മാനേജർ സഹദേവന്റെ വീട് എനിക്കറിയാം.
അവനെ പിടിച്ചാല് അജയ് ബാക്കി എവിടെ ഉണ്ടെന്ന് അറിയാൻ പറ്റും. അവനും വീട്ടിലുണ്ടാകാൻ വഴിയില്ല. ശ്രമിച്ചു നോക്കാം. സഹദേവനില്ല, അവന്റെ ഭാര്യയാണത്. ആദ്യം ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു. ദുബായിലേക്ക് പോകാനുള്ള വിസയുടെ കാര്യം സംസാരിക്കാനാണെന്ന് പറഞ്ഞപ്പോ ജൂഹുവിലുള്ള മെട്രോ ലോഡ്ജിൽ അന്വേഷിക്കാൻ പറഞ്ഞു. അവളെ നിനക്ക് നേരത്തെ അറിയോ? പിന്നെ എവളെയും കൊണ്ട് ഞാൻ കുറെ ട്രിപ്പുകൾ അടിച്ചിട്ടുള്ളതല്ലേ. അവന്റെ ചിട്ടിയും ബിസിനസ്സും ഒക്കെ അവളുടെ കയ്യിലാ. എന്ന് വെച്ചാൽ എവളെ വലിയ ബഡാ പാർട്ടീസിന് വിട്ടുകൊടുത്തിട്ടല്ലേ അവൻ കാശ് പിരിക്കുന്നത്. ഏതോ നല്ല കുടുംബത്തിൽ പറഞ്ഞ പെണ്ണ ഇവിടെ വന്ന് നാശമായിപ്പോയി. പല വലിയ ഹോട്ടലുകളിലും വീടുകളിലും രാത്രി കൊണ്ട് വിട്ടിട്ട് രാവിലെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ. എന്തൊക്കെ പറഞ്ഞാലും നല്ല ബെസ്റ്റ് ഉരുപ്പടിയാ. എവിടെടാ എന്റെ മുതലാളി? അറിയില്ല. മുതലാളിയിലൂടെ നാട്ടുകാരെ പറ്റിച്ച് രക്ഷപ്പെടാനാണെങ്കിൽ വെട്ടി നുറുക്കി ഞാൻ റോഡിലെറിയും. എനിക്കൊന്നും അറിയില്ല. കള്ളപ്പേരിൽ നാളെ വെളുപ്പിന് ദുബായിക്ക് രക്ഷപ്പെടാൻ തീരുമാനിച്ചിരിക്കുകയാണ് അയാള്. എനിക്കും കുടുംബത്തിനുള്ള ടിക്കറ്റ് ഇവിടെ എത്തിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻസ്പെക്ടർ ലോബയാണ് അയാളെ ഒളിപ്പിച്ചിരിക്കുന്നത്. अजय बाग क्या कहा? मुझे नहीं मालूम. वो किधर है बताओ, नहीं तो तुम्हारा गर्दन उड़ा देगा. बोल. ओ ऊपर है. കണ്ടവന്റെ കാശിന് ദുബായി പോവാൻ തയ്യാറെടുക്കാണ് പൊന്നുമോൻ. നിന്നെ അതിലും നല്ലൊരു സ്ഥലത്തേക്ക് ഞാൻ അയക്കാം. ഇതാ ദുബായി പോയെന്ന് പറഞ്ഞ ആള് ഇനിയെങ്കിലും അറസ്റ്റ് ചെയ്യാം. സട്ടത്തെ കയ്യിലെടുത്ത് നീ പോലീസുകാരുടെ ജോലി ചെയ്തില്ലെങ്കിൽ നാട്ടുകാർ പോലീസുകാരുടെ ജോലി ചെയ്യേണ്ടി വരും. പിന്നെ ഇവനെ നാട്ടുകാരുടെ മുമ്പിൽ കൊണ്ടുവന്ന് എന്തിനാണെന്നറിയോ? എല്ലാവരും ഒന്ന് കാണാനാ, തെളിവ് വേണമല്ലോ. പിടിച്ചോണ്ട് നിങ്ങളെ പോലുള്ള പോലീസുകാരെ ഏൽപ്പിച്ച നാളെ ഇവനൊക്കെ മാന്യനായി പാവപ്പെട്ടവന്റെ കാശ് കൊണ്ട് വാങ്ങിച്ച ടൊയോട്ടയിലും ബെൻസിലും നടക്കുന്നത് ഞങ്ങൾ കാണേണ്ടി വരും. ഇതാ അവന്റെ പിടിച്ചെടുത്ത പണം. ഇത് എത്ര ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. തിരിച്ചു കൊടുക്കുമ്പോഴും അത്രയും കാണണം.